ഓരോന്നൊപ്പിച്ച് വെച്ചിട്ട് വന്നിരിക്കുന്നു നോക്ക്. കൊണ്ടെടുത്തോറി. ദീപാവലി വെച്ചിരിക്കുന്നത് ആഘോഷിക്കാനാണ്, അല്ല ചുമ്മാ കൈയും കെട്ടിയിരിക്കാനല്ല. ടീച്ചറിന്റെ കസേരപ്പുറത്ത് പടക്കം പിടിച്ചിട്ടാണ് നിന്റെ ദീപാവലി ആഘോഷം. ടീച്ചറിനൊരു ഹാപ്പിനെസ് ആവട്ടെ എന്ന് ചെയ്ത് ചെയ്യണെങ്കിൽ ഇനിയിപ്പോ ടൂർ പോവാൻ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് പൈസ ഒന്നും തരൂല എനിക്ക്. അപ്പൊ നീ എന്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. ഈ ക്രൈമിൽ എനിക്കൊരു പങ്ക് പോലും ഇല്ല. നിന്റെ കൂടെ നടക്കണമെന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് വീട്ടിൽ നിന്ന് പൈസ തരാത്ത. ഇനി അവിടെ മോട്ടിക്കാൻ പോവൂ? ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. അത് ഈ പടക്കം പൊട്ടിക്കുമ്പോൾ അത്ര എളുപ്പമുള്ള ക്യാഷൊന്നും അല്ല. ക്യാഷ് മഴക്ക് മക്കാണ് വെച്ച് പിറകെ നടക്കണം. എനിക്കൊന്നും വയ്യ. വല്ലവന്റെ വീട്ടിൽ നിന്ന് മോട്ടിച്ചല്ലേ കേസാവും, സ്വന്തം വീട്ടിൽ നിന്ന് മോട്ടിച്ച കേസാവൂലല്ല. ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. വിലപിടിപ്പുള്ള എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ഞാൻ ഞാൻ പറഞ്ഞ സാധനം ഇത് അതിന്റെ വിലപിടിപ്പുള്ള സാധനം. കീറി പറഞ്ഞ സാരി ഇത് വിരിച്ച് രാവിലെ തെണ്ടാനാണെങ്കിൽ ഇത്തിരി കൂടെ മെനയുള്ളതാണോ ഞാൻ വിളിച്ചോണ്ട് വരില്ലായിരുന്ന. നീ ഇങ്ങോട്ട് വന്നാണ്. ഞങ്ങൾ എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രം പുളിമൂടുള്ള ശ്രീ സൂര്യ പട്ട് സെന്ററിലേക്കാണ്. പഴയ പട്ട് സാരികൾ, കസവ് മുണ്ടുകൾ, സെറ്റ് സാരികൾ ഇതൊക്കെ കൊടുത്തേക്ക് നമുക്ക് സ്പോട്ടിൽ തന്നെ ക്യാഷ് കിട്ടും. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളിക്കസവിന്റെ സാരി കൊണ്ട് കൊടുത്താൽ മാത്രമേ അവർ നമുക്ക് പൈസ തരത്തുള്ളൂ. ചെമ്പിന്റെ സാരികൾക്കോ സാധാ പ്ലാസ്റ്റിക് സാരികൾക്കോ പൈസ കിട്ടുന്നതായിരിക്കില്ല. ഇനി പട്ട് സെന്ററിലേക്ക് വരാൻ പറ്റാത്തവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് സാരിയുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്താൽ അവർ വീട്ടിൽ വന്ന് കളക്ട് ചെയ്തോളും. ഞാൻ കൊണ്ടുകൊടുത്ത സാരികളിൽ 2 വെള്ളിക്കസവും ഒരു ചെമ്പുമായിരുന്നു. ഒരു വെള്ളിക്കസവ് സാരി നല്ലപോലെ കീറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പൈസയും ചേട്ടൻ എനിക്ക് തന്നു. അപ്പോൾ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണ്ടേ? പുളിമൂട് ജംഗ്ഷൻ പിസ്സ ഹട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ശ്രീ സൂര്യ പട്ട് സെന്റർ.